അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസിംഗ് ഡിസ്കഷൻ ക്ലാസ് ആരംഭിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പോലെ കാറ്റഗറി 4 മലയാളത്തിന്റെ ഡിസ്കഷനാണ് നമ്മൾ ഇന്ന് നടത്തുന്നത്. പരീക്ഷ കഴിഞ്ഞതാണ്. പരീക്ഷ കഴിഞ്ഞ് ഇതിലുള്ള മിക്ക ആളുകളും അറ്റൻഡ് ചെയ്തതായിരിക്കും. എപ്പോഴും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഒരു എക്സാം കഴിയുമ്പോൾ ആ എക്സാമിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലൂടെ ആ പരീക്ഷയുടെ മാർക്ക് എവിടെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്, എന്താണ് നഷ്ടപ്പെടാനുണ്ടായ വലിയ ഘടകം എന്നുള്ളത് അന്വേഷിച്ച് കണ്ടെത്തലാണ്. വീണ്ടും ആ പരീക്ഷ എഴുതാനും നേടിയെടുക്കാനും ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ നല്ലത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഡിസ്കഷനിലൂടെ, ഇതൊരു ക്ലാസ് അല്ല, അല്ലെങ്കിൽ ഇത് നമ്മൾ ഒരു പ്രിപ്പറേഷനോ അല്ലെങ്കിൽ ഓർത്തു വെക്കാനുള്ള രീതിയിലുള്ള ഒരു സൂചകമോ അല്ല. ഇതുകൊണ്ട് നമ്മൾ തീർത്തും ഉദ്ദേശിക്കുന്നത് നമ്മുടെ പോരായ്മ ഏതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളൊരു തിരിച്ചറിവും നെക്സ്റ്റ് പരീക്ഷയിൽ അത് വീണ്ടെടുക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഡിസ്കഷൻ മാത്രമാണ്. ഏതായാലും നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. കുറഞ്ഞ സമയം, മലയാളത്തിന്റെ കുറഞ്ഞ ഏരിയ ആയതുകൊണ്ട് കുറഞ്ഞ സമയം മാത്രമാണ് നമുക്ക് ഇതിന് വേണ്ടി വരികയുള്ളൂ എന്ന് മനസ്സിലാക്കുന്നു. എല്ലാവർക്കും ഫോക്കസ് അക്കാദമിയുടെ ഈ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഫോക്കസ് അക്കാദമിയുടെ കീഴിൽ പരീക്ഷയോടനുബന്ധിച്ച് അവസാനവട്ട ഷാർപ്പ് ഷൂട്ട് എന്ന പേരിലും അതുപോലെ പല രീതിയിലായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നിരന്തരമായിട്ട് നടന്നിരുന്നു. അതിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങളിൽ നിന്ന് തന്നെ ഒരുപാട് വന്നിട്ടുണ്ട് എന്നത് ഏറെ ആശ്വാസകരമായ ഒരു കാര്യമാണ് ക്ലാസ് അറ്റൻഡ് ചെയ്ത ആളുകൾക്ക്. ഇനി അല്ലാത്ത ആളുകൾക്ക് വീണ്ടും നമ്മൾ ഇതുപോലെ ഡിസ്കഷനൊക്കെ നടത്താനുള്ളതാണ് എന്നതുകൊണ്ട് നിങ്ങൾക്കും ഫോക്കസ് അക്കാദമിയുടെ കൂടെ സഞ്ചരിക്കാം. ഒരുപാട് ദൂരം നമുക്ക് വിദ്യാഭ്യാസ രംഗത്ത് മുന്നോട്ട് പോകാനുണ്ട്. അതിന് എല്ലാവർക്കും ഹൃദ്യമായ ഫോക്കസ് അക്കാദമിയുടെ എല്ലാ സെഷനിലേക്കും ഹാർദമായ സ്വാഗതം ഓതുകയാണ്. ഇനി ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് നേരെ കടക്കുകയാണ്. പാർട്ട് 2 മലയാളം കാറ്റഗറി 4ന്റെ ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 30 വരെയുള്ള ചോദ്യങ്ങൾ കഴിഞ്ഞിട്ട് 31ാമത്തെ ചോദ്യമാണ് മലയാളം സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്കറിയാം 30 ചോദ്യങ്ങൾ സൈക്കോളജിയിൽ നിന്നും 31ാമത്തത് മുതൽ മലയാളവും സ്റ്റാർട്ട് ചെയ്യുന്നു കാറ്റഗറി 4ൽ എന്ന് നമുക്കറിയാം. അപ്പോൾ കാറ്റഗറി 4ന്റെ 31ാമത്തെ ചോദ്യം മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് ചോദ്യം ഉത്തരം പരിചയപ്പെടൽ മാത്രമായതുകൊണ്ടാണ് നമ്മൾ ഓരോ ചോദ്യത്തിനും ഓരോ പേജ് അങ്ങനെ കറക്റ്റ് ചെയ്യാതെ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് നമ്മൾ കടന്നു വന്ന വഴികൾ, അല്ലെങ്കിൽ നമ്മൾ കടന്നുപോയ സഞ്ചരിച്ച വഴികളുടെ ഒരു ശരിതെറ്റുകളെ ഉൾക്കൊള്ളുക എന്ന് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. 31ാമത്തെ ചോദ്യം ഇതായിരുന്നു: കാക്കനാടൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആരാണ്? കാക്കനാടൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആരാണ്? അപ്പോൾ നമ്മൾ പല രീതിയിലും ഇതിൻ്റെയൊക്കെ തൂലികാനാമങ്ങൾ പഠിക്കാനുള്ള ക്ലാസ്സുകളൊക്കെ ചെയ്തിരുന്നു. ഉദാഹരണമായിട്ട് കള്ളുടിച്ച് മത്തായാൽ പിന്നെ പാറപ്പുറത്താണ് കിടക്കുക, അപ്പോൾ കെ ഇ മത്തായി പാറപ്പുറത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പല രീതിയിലുള്ള തൂലികാനാമങ്ങൾ അതിന്റെ ഇതൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ ഓപ്ഷൻ എ കെ ഇ മത്തായി, ഓപ്ഷൻ ബി പി സി ഗോപാലൻ, ഓപ്ഷൻ സി കെ എം മാത്യൂസ്, ഓപ്ഷൻ ഡി ജോർജ് വർഗീസ്. അപ്പോ കാക്കനാടൻ എന്നൊക്കെ രീതിയിൽ നമ്മൾ ഓർക്കാൻ പല ടെക്നിക്സ് ഒന്ന് പറഞ്ഞിരുന്നു. ഏതായാലും ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. കാക്കനാടനാണ് ജോർജ് വർഗീസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ജോർജ് വർഗീസ് അറിയപ്പെടുന്നത് കാക്കനാടൻ എന്ന പേരിലാണ്. ഇപ്പോ കാക്കനാടൻ എന്നുള്ളത് ഓപ്ഷൻ ഡി ജോർജ് വർഗീസിന്റെ തൂലികാനാമമാണ്. അടുത്തൊരു വരി തന്നിട്ട് ഇതില് നമ്മൾ പറഞ്ഞിരുന്നു, കവിതാ വരികൾ തന്ന് കവിതാ ശകലങ്ങൾ തന്നിട്ട് അതിന്റെ കാര്യം ചോദിക്കുന്ന സമയത്തോടെ നമ്മളെ മുന്നിൽ വലിയ വഴികളൊന്നുമില്ല, വേറെ വഴികളൊന്നുമില്ല. കാരണം എന്താ വെച്ചാല് നമ്മുടെ പരന്ന വായനയുടെ അല്ലെങ്കിൽ വിശാലമായ വായനയിൽ നിന്ന് തെളിഞ്ഞു വരുന്നതാണ് ഈ കവിതകളുമായിട്ടുള്ള മുഖപരിചയവും അല്ലെങ്കിൽ കവിതകൾ പറയുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് തെളിയുന്ന കാര്യമൊക്കെ. അതിന് നമുക്ക് പരന്ന വായന തന്നെ അനിവാര്യമാണ്. ഏതായാലും ചോദ്യം ഇതാണ്: ഓമനത്തിങ്കൾ കീടാവോ നല്ല കോമളത്താമര പൂവോ? ഓമനത്തിങ്കൾ കീടാവോ
നല്ല കോമളത്താമര പൂവോ എന്ന വരികൾ എഴുതിയത് ആരാണ്? അപ്പൊ പിന്നെ നമ്മള് പിന്നെ പ്രശസ്തമായ മലയാള സാഹിത്യത്തിലെ രചനകളുമായിട്ടുള്ള അനുഭവവും പരിചയവും ഒക്കെ ആണ് ഇതിന് വേണ്ടത് എന്ന് നമ്മൾ ഓർത്തു വെക്കുക. അപ്പൊ ഓമനത്തിങ്കൾ കിടാവോ നല്ല കോമളത്താമര പൂവോ എന്ന വരികൾ എഴുതിയത് ഇരയിമ്മൻ തമ്പിയാണ്. ഇരയിമ്മൻ തമ്പിയാണ് ഈ വരികൾ എഴുതിയത്. ഇരയിമ്മൻ തമ്പി. ഓപ്ഷൻസ് ഇവയാണ്: ഉണ്ണായി വാര്യർ, കട്ടക്കയത്തിൽ ചെറിയാൻ മാപ്പിള, ഇരയിമ്മൻ തമ്പി, കോട്ടയത്ത് തമ്പുരാൻ. ഇവകളില് ഓപ്ഷൻ സി ഇരയിമ്മൻ തമ്പിയാണ് ഈ ഓമന തിങ്കൾ കിടാവോ നല്ല കോമള താമര പൂവോ എന്ന വരികൾ എഴുതിയത്. 35 അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു ചോദ്യം: കല്യാണി എന്നും ദാശായണി എന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥ, കഥയല്ല കഥ എന്ന കൃതി ഏതു സാഹിത്യ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? കല്യാണി എന്നും ദാശായണി എന്നും, അതിന്റെ പേര് അങ്ങനെ തന്നെയാണ്, ആ കൃതിയുടെ പേരാണത്. കല്യാണി എന്നും ദാശായണി എന്നും പേരായ രണ്ടു സ്ത്രീകളുടെ കഥ. അപ്പൊ നമ്മൾ ചിലപ്പം കഥ എന്ന് കാണുമ്പോൾ അതൊരു കഥയാണോ എന്ന് ചിന്തിച്ചു പോകും. എന്റെ കഥ എന്നുള്ളതിന്റെ മഹറജ് നമ്മൾ ശരിക്കൊന്ന് ശ്രദ്ധിക്കണം. ത എന്നാണ്. അപ്പോ ഇവ ഏത് സാഹിത്യ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഓപ്ഷൻ എ ചെറുകഥ, ഓപ്ഷൻ ബി നോവൽ, ഓപ്ഷൻ സി നിരൂപണം, ഓപ്ഷൻ ഡി നാടകം. സാഹിത്യം പല വിധങ്ങളായി തരംതിരിക്കപ്പെടുന്നു. ഓരോ കഥകളും ഏത് തരത്തിൽ പെട്ടതാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. അപ്പൊ ഇതിൽ പെടുന്നത് ഓപ്ഷൻ ബി നോവലാണ്. കല്യാണി എന്നും ദാശായണി എന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥ എന്ന കൃതി നോവൽ വിഭാഗത്തിൽ പെടുന്നതാണ്. വീരനാം നളന്റെ ഭാര്യ സുന്ദരി ദമയന്തി നമുക്ക് നെക്സ്റ്റ് ഇതിൽ ചർച്ച ചെയ്യാം. അപ്പൊ നേരത്തെ കണ്ട ഒരു ചോദ്യം: വീരനാം നളന്റെ ഭാര്യ സുന്ദരി ദമയന്തി കാന്തനെ കാണാഞ്ഞൊഴുകുന്നു കാട്ടിൽ നടക്കുമ്പോൾ കാന്തി കണ്ടടുത്തു വന്നു ഘോരമാം പെരുമ്പാമ്പ്. പാമ്പു ചെന്നു ചുറ്റിയപ്പം ഭീതിയും കലർന്നു ഉടനെ നിലവിളി തുടങ്ങി. നിലവിളി കെട്ടോടിച്ചെന്നു വില്ലെടുത്തു വേടൻ. അപ്പോ വീരനാം നളനന്റെ ഭാര്യ സുന്ദരി ദമയന്തി കാന്തനെ കാണാഞ്ഞഴുന്നു കാട്ടിൽ നടക്കുമ്പോൾ കാന്തി കണ്ടെടുത്തു വന്നു ഘോരമാം പെരുമ്പാമ്പ്. പാമ്പു ചെന്നു ചുറ്റിയപ്പം ഭീതിയും കലർന്നുടൻ നിലവിളി തുടങ്ങി. നിലവിളി കേട്ടോടിച്ചെന്നു വില്ലെടുത്തു വേടൻ. ഈ വരികൾ ഏതു ഗാനശാഖയിൽ ഉൾപ്പെടുന്നു? അപ്പൊ പല രീതിയിലുള്ള ഗാനശാഖകള് മലയാള സാഹിത്യത്തിന്റെ ഭാഗമായിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മലയാള സാഹിത്യത്തിന്റെ ഭാഗമായിട്ട് പല ഗാനശാഖകളുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാണ് നാടൻ പാട്ട് എന്നുള്ളത് ഒരു നമ്മൾ കേട്ടിട്ടുള്ളതാണ്. മാപ്പിളപ്പാട്ട് നമുക്ക് അറിയാവുന്നതാണ്. അങ്ങനെ കുറെ അക്സാമുകൾ, കുറെ വർഗീകരണങ്ങൾ മലയാള ഭാഷയുടെ ഭാഗമായിട്ടുണ്ട്. തിരുവാതിരപ്പാട്ട്, വടക്കംപാട്ട്, തോറ്റംപാട്ട്, വഞ്ചിപ്പാട്ട്, മാപ്പിളപ്പാട്ട്, ഇങ്ങനെ പല കലാരൂപങ്ങളും ഇത് മലയാള സാഹിത്യത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഏതായാലും ഈ പാട്ട് പെടുന്ന ഇനം എന്ന് പറഞ്ഞാൽ അത് തിരുവാതിരപ്പാട്ടാണ്. തിരുവാതിരപ്പാട്ട് എന്ന ഇനത്തിലാണ് പെടുന്നത്. ഇനി അടുത്തത്, താഴെ കൊടുത്തവയിൽ നദി എന്ന വാക്കിന്റെ പര്യായ പദമായി വരുന്ന പദജോടി ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ നദി എന്ന വാക്കിന്റെ പര്യായ പദമായി വരുന്ന പദജോടി ഏത്? അപ്പൊ താഴെ കുറച്ച് പദങ്ങൾ കൊടുത്തിട്ടുണ്ട്. പദജോടി എന്ന് പറയുന്നത് രണ്ട് ഭാഗത്തുള്ള വാക്കുകൾക്കും നദി എന്ന അർത്ഥം വരണം. അങ്ങനത്തെ പദജോടിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നോക്കാം, പിന്നെ ഓരോന്നിന്റെയും അർത്ഥം നോക്കാം. സരിത്ത് തടിനി. അപ്പൊ സരിത്ത് എന്ന് പറഞ്ഞാൽ നദി എന്ന് തന്നെയാണ് അർത്ഥം, പുഴ, നദി. തടിനി എന്ന് പറഞ്ഞാലും പുഴ എന്ന് തന്നെയാണ് അർത്ഥം. അവിടെ നമുക്ക് ഉത്തരം കിട്ടി. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. വേണമെങ്കിൽ അടുത്തതിന്റെ ഒക്കെ നോക്കാം. തരങ്കിണി, ജലധി, ഇതൊക്കെ സംശയത്തിന് അല്ലെങ്കിൽ നമ്മളെ കൺഫ്യൂഷൻ ആക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്. ജലാശയം എന്നർത്ഥം ജലധിക്കുണ്ട്.
തരങ്കിണി. തരങ്കിണി എന്ന് പറഞ്ഞാൽ ശരിക്ക് നദി, തരങ്കിണി എന്നുള്ളതിന് നദി എന്നർത്ഥമുണ്ട്. പിന്നെ അതേപോലെ സംഗീതത്തിന്റെ ഒരു ഇനമായിട്ട് തരങ്കിണി പറയാറുണ്ട്. പിന്നെ ജലധി എന്ന് പറഞ്ഞാല് ജലാശയം എന്ന് ചെറിയ അർത്ഥം ഉണ്ടെങ്കിലും അതിന്റെ യഥാർത്ഥ അർത്ഥം സമുദ്രം എന്നാണ്. നദി എന്ന അർത്ഥത്തിന് വരുന്നില്ല. എന്നാലും നദി വെള്ളവും പിന്നെ വെള്ളക്കെട്ടുമായൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പദമാണ്. എനിവേ, പിന്നെ തരങ്കിണി, ജലധി അത് രണ്ടും തെറ്റാണ്. അത് രണ്ടും ജോഡി വെക്കുന്നില്ല. തരങ്കിണിക്ക് നദി എന്നർത്ഥം ഉണ്ടെങ്കിൽ പോലും ജലധി ശരിയാകാത്തതുണ്ട്. വാഹിനി, വാരിധി. ഇവിടെ വാഹിനി എന്ന് പറഞ്ഞാൽ നദി എന്നർത്ഥമുണ്ട്. വാഹിനി എന്നതിന് നദി എന്നർത്ഥമുണ്ട്. എന്നാൽ വാരിധി എന്ന പദത്തിലേക്ക് കടക്കുമ്പോൾ വാരിധി എന്താണ്? വാക്കുകൾ ഒഴുകണം വാരിധി തൻ തിരകൾ പോൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കവിതകളൊക്കെ ഉണ്ട്. വാരിധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടൽ എന്നാണ്, കടൽ എന്നാണ്. അടുത്തത് ഒരു പയസ്സിനി. പയസ്സിനി എന്ന വാക്കിനും നദി എന്നർത്ഥമുണ്ട്. പയസ്സിനി നദി എന്നർത്ഥമുണ്ട്. എന്നാൽ വാപി, വാപി എന്ന് പറഞ്ഞാൽ നദി എന്നർത്ഥം. വലിയ കുളത്തിന് വാപി എന്ന് പറയും. അപ്പൊ നോക്കൂ, ഇതിലെ എല്ലാത്തിനും ഒരു നദിയും ജലവും ജലാശയവുമായൊക്കെ കിടന്ന് തിരിഞ്ഞു മറിഞ്ഞു കിടക്കുന്ന പദങ്ങളിൽ നിന്ന് കൃത്യമായ നദി എന്നർത്ഥം വരുന്ന രണ്ട് പദങ്ങളെ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. നമ്മൾ പറയാറുണ്ട്, ഓപ്ഷനിലേക്ക് ചെല്ലുന്ന സമയത്ത് 90% ഉത്തരത്തിന് സാധ്യതയുള്ള 2-3 ഓപ്ഷൻ ഉണ്ടായിരിക്കെ അതിൽ നിന്ന് 100% സാധ്യതയുള്ള ഒന്നിനെ കണ്ടെത്തുന്നതാണ് നമ്മുടെ മികവ്, അല്ലെങ്കിൽ നമ്മുടെ ഉത്തരമായി വരുന്നത് എന്ന സത്യം മനസ്സിലാക്കുക. അപ്പൊ ഓപ്ഷൻ എ 33-ാമത്തെ നമ്പർ കാണിച്ചു കൊടുത്ത താഴെ കൊടുത്തിയവയിൽ നിന്ന് നദി എന്ന വാക്കിന്റെ പര്യായ പദമായി വരുന്ന പദജോടി ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 2022 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ നോവൽ ഏത്? ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സാഹിത്യ അക്കാദമിന്റെ അവാർഡ് നേടിയ നോവൽ കൂടിയാണ് അത്. അതിന്റെ ശേഷമുള്ളത് 2023 പ്രഖ്യാപിച്ചിട്ടില്ല ഇതുവരെ. അപ്പൊ ഇനി വരെ ഒരുപക്ഷെ നെക്സ്റ്റ് പരീക്ഷയ്ക്ക് നമ്മൾ 2023 ആകാംക്ഷയോടെ കാത്തിരിക്കേണ്ടി വരും. എപ്പോഴും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒന്നിനെ കുറിച്ചായിരിക്കും ചോദ്യം വരുന്നത്. അപ്പോ 2022 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ നോവൽ ഓപ്ഷൻ എ സമ്പർക്ക ഗാന്ധി, ഓപ്ഷൻ ബി മുഴക്കം, ഓപ്ഷൻ സി മീശ, ഓപ്ഷൻ ഡി പുറ്റ്. 2022 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ നോവല് ഇതിൽ നിന്നും ഓപ്ഷൻ എ സമ്പർക്ക ഗാന്ധിയാണ്. ഓപ്ഷൻ എ സമ്പർക്ക ക്രാന്തി എന്ന നോവലാണ്. അത് വി ഷിനിനാൽ എന്ന് പറഞ്ഞിരുന്ന ഒരാൾ എഴുതിയതാണ്. മാതൃഭൂമി ബുക്സ് ആണത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അപ്പോ 34-ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറയുന്നത് സമ്പർക്ക ക്രാന്തി എന്നുള്ളത് ആണ് സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ 2022 നോവൽ. നേരത്തെ വന്നതുപോലെ ഒരു ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. അതിരാണിപ്പാടത്തെ പുതിയ തലമുറയുടെ കാവൽക്കാര, അതിക്രമിച്ച് കടന്നത് പൊറുക്കൂ. പഴയ കൗതുക വസ്തുക്കൾ തേടി നടക്കുന്ന ഒരു പരദേശിയാണു ഞാൻ. ഈ ഡയലോഗ് മലയാളത്തിലെ ഏത് നോവലിൽ ഉള്ളതാണ്? അപ്പോ ഒരു അതിരാണിപ്പാടത്തെ പുതിയ തലമുറയുടെ കാവൽക്കാര, അതിക്രമിച്ച് കടന്നത് പൊറുക്കൂ. പഴയ കൗതുക വസ്തുക്കൾ തേടി നടക്കുന്ന ഒരു പരദേശിയാണ് ഞാൻ. ഈ സംഭാഷണം മലയാളത്തിലെ ഏത് നോവലിൽ നിന്നുള്ളതാണ്? മലയാളത്തിലെ ഏത് നോവലിൽ നിന്നുള്ളതാണ്? ഓപ്ഷൻ എ തക്ഷൻ കൊന്നു സ്വരൂപം, ഓപ്ഷൻ ബി ദൈവത്തിന്റെ വികൃതികൾ, ഓപ്ഷൻ സി ഒരു ദേശത്തിന്റെ കഥ, ഓപ്ഷൻ ഡി ലത്തൻ ബത്തേരിയിലെ ലുത്തീനീയകൾ. എസ് കെ പൊറ്റക്കാടിന്റെ ചില കൃതികളിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. ഇതില് അതിരാണിപ്പാടത്തെ പുതിയ തലമുറയുടെ കാവൽക്കാര എന്നുള്ള കൃതി ഒരു ദേശത്തിന്റെ കഥ എന്ന എസ് കെ പൊറ്റക്കാടിന്റെ ഒരു ദേശത്തിന്റെ കഥയിൽ നിന്നുള്ള ഒരു സംഭാഷണമാണ്. അടുത്തൊരു ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ MT വാസുദേവൻ നായരുടെ കഥാപാത്രങ്ങളിൽ ഉൾപ്പെടാത്ത ജോഡി ഏത്? MT വാസുദേവൻ നായരുടെ കൃതികളിൽ ഉൾപ്പെടാത്ത ജോഡി ഏത്? അപ്പം ഓരോന്ന് നോക്കാം. സേതു സുമിത്ര. അത് നമുക്ക് MT വാസുദേവൻ നായരുടെ കൃതികളിൽ തന്നെ എടുക്കാം.
സേതു, സുമിത്ര. ഈ രണ്ട് കഥാപാത്രങ്ങളെ കേട്ടുപരിചയമുണ്ടോ? ഉണ്ട്. അവ എം ടി വാസുദേവൻ നായരുടേതാണ്. എം ടി വാസുദേവൻ നായരുടെ കാലം എന്ന നോവലിലെ കഥാപാത്രങ്ങളാണ് സേതുവും സുമിത്രയും. ഇനി അടുത്തത് ദാസൻ, ചന്ദ്രിക. ദാസൻ, ചന്ദ്രിക എന്ന് പറയുന്ന രണ്ട് കഥാപാത്രങ്ങൾ, ദാസനും ചന്ദ്രികയും 1974 രചിക്കപ്പെട്ട മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന എം മുകുന്ദന്റെ കൃതിയിലെ കഥാപാത്രങ്ങളാണ്, നോവലിലെ കഥാപാത്രങ്ങളെ. മയ്യഴിപ്പുഴ എന്ന് പറയുമ്പോൾ നമുക്ക് അപ്പുവിന്റെ രോദനവും ഒക്കെയാണ് നമ്മൾ ഓർമ്മ വരാറുള്ളത്. എന്നാൽ ദാസനും ചന്ദ്രികയും എം ടി വാസുദേവൻ നായരുടെ കഥാപാത്രമല്ല. ഓപ്ഷൻ സി നോക്കാം. സുധീർ കുമാർ മിശ്ര, വിമല. സുധീർ കുമാർ മിശ്ര, വിമല, ഇങ്ങനെ രണ്ട് കഥാപാത്രങ്ങളെ എം ടി വാസുദേവൻ നായരുടെ തന്നെ ഈ അടുത്ത് അറബിയിലേക്കൊക്കെ വിവർത്തനം ചെയ്യപ്പെട്ട ഒരു നോവലുണ്ട്, പേര് മഞ്ഞ് എന്നാണ്. മഞ്ഞിലെ കഥാപാത്രങ്ങളാണ് സുധീർ കുമാർ മിശ്രയും വിമലയും ഒക്കെ. ഞാൻ ഇത്രയും ഡീറ്റെയിൽഡ് ആയി പറയുന്നത് അടുത്തതിൽ ചോദിക്കുക ഒരു പക്ഷേ സുധീർ കുമാർ മിശ്ര ഏത് കൃതിയിലെ കഥാപാത്രങ്ങളാണെന്നായിരിക്കും. ഞാൻ സ്ഥിരമായിട്ട് പറയാറുള്ള ഒരു ഡയലോഗാണ്, ഒരു ചോദ്യം ഒരു ഭാഗത്ത് നിന്ന് വന്നു എന്ന് പറയുമ്പോൾ ആ ചോദ്യമല്ല പ്രധാനമേറിയത്, ആ ചോദ്യം ചോദിക്കപ്പെട്ട ഏരിയയാണ് പ്രധാനം നിറഞ്ഞത്. വേലായുധൻ അമ്മുക്കുട്ടി നമുക്കറിയാവുന്നതാണ്. ഇരുട്ടിന്റെ വേലായുധൻ അമ്മുക്കുട്ടി, വേലായുധൻ അമ്മുക്കുട്ടി, ഈ കഥാപാത്രങ്ങൾ ഇരുട്ടിന്റെ ആത്മാവാണ് നമുക്കറിയാം. അപ്പം ചോദ്യം ഇങ്ങനെയാണ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ എം ടി വാസുദേവൻ നായരുടെ കഥാപാത്രങ്ങളിൽ ഉൾപ്പെടാത്ത ജോഡിയാണ്. ഓപ്ഷൻ ബി ആണ്. ബി എന്തുകൊണ്ട് ഉൾപ്പെട്ടില്ല? അത് എം മുകുന്ദന്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്നുള്ള കൃതിയിലേതായതുകൊണ്ട്. അടുത്തത് നമ്മുടെ ഭാഷയുമായി ബന്ധപ്പെട്ട ചില പ്രയോഗങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. അറിവ് സമ്പാദിക്കുന്നതിന് ആഗ്രഹിക്കുന്നവൻ എന്നർത്ഥം. അറിവ് സമ്പാദിക്കുന്നതിന് ആഗ്രഹിക്കുന്നവൻ എന്നർത്ഥം വരുന്ന പദമേത്? കുറച്ച് പദങ്ങളുണ്ട്. അത് പിപടിഷ്ട എന്ന് പറയുന്നുണ്ട്. പിപടിഷു എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. പഠിക്കാൻ ആഗ്രഹമുള്ളവൻ എന്നുള്ളതിന് പിപടിഷു എന്നാണ് പറഞ്ഞത്. പിപടിഷ്ട എന്ന് പറഞ്ഞാൽ ആഗ്രഹം, നമ്മള് ഒരു ധാതുപദമായിട്ട് വരും. പിപാസു അറിയാൻ ആഗ്രഹമുള്ളവൻ എന്ന അർത്ഥത്തിലുള്ളത്. ജിജ്ഞാസു, ജിജ്ഞാസു ആണ് ഇവിടെ അറിവ് പഠിക്കാൻ ആഗ്രഹമുള്ളവൻ, ജിജ്ഞാസു. അതാണ് ആഗ്രഹമുള്ളവൻ എന്ന ക്രിയാരൂപമായിട്ട് വരുന്നത്. അടുത്ത ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. ഇനി അടുത്തൊരു ചോദ്യം, ശ്രമിച്ചാൽ ശ്രേയസ് ഉണ്ടാകും എന്ന അർത്ഥമുള്ള പഴഞ്ചൊല്ല് ഏതാണ്? ശ്രമിച്ചാൽ ശ്രേയസ് ഉണ്ടാകും എന്ന അർത്ഥം വരുന്ന പഴഞ്ചൊല്ല് ഏതാണ്? ഓപ്ഷൻ എ, അരച്ചത് കൊണ്ടുപോയി ഇടിക്കുക. ചക്കയോളം കൊത്തിയാലേ ഉലക്കയോളം കിട്ടൂ. വെയിൽ കൊണ്ടെങ്കിലേ തണലിന്റെ ഗുണമറിയൂ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിനോടൊക്കെ അനുബന്ധമായി അടുത്ത് വരുന്ന അർത്ഥം വരുന്ന രീതിയിലുള്ള പ്രയോഗങ്ങളും മറ്റുമൊക്കെയാണ് ഓപ്ഷൻസിൽ നമുക്ക് കാണാൻ കഴിയുക. എന്നാൽ കൃത്യമായി ആ ഒരു ആശയത്തെ ഉൾക്കൊള്ളുന്ന വസ്തുത ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഏതാണ്? നമുക്കൊക്കെ അറിയാം, നമ്മളൊക്കെ സാധാരണഗതിയിൽ കേൾക്കാറുള്ളതാണ്, എല്ലുമുറിയെ പണിതാൽ പല്ലുമുറിയെ തിന്നാം. ഇനി അടുത്തൊരു ചോദ്യം, കാഹള ശബ്ദം എന്ന പദം വിഗ്രഹിച്ചെഴുതുക, ഇത് രണ്ടും നമ്മൾ ശ്രദ്ധിക്കാറുണ്ടല്ലോ. അപ്പോ അത് രണ്ടും ശ്രദ്ധിക്കണല്ലോ. കാഹളപദം എന്ന പദം വിഗ്രഹിച്ച്, കാഹളപദം എന്ന പദം വിഗ്രഹിച്ച് എഴുതുന്നത് എങ്ങനെ? കാഹളം പോലുള്ള ശബ്ദം, കാഹള ശബ്ദം, കാഹളം പോലുള്ള ശബ്ദം, കാഹളത്തിന്റെ ശബ്ദം, കാഹളവും ശബ്ദവും, കാഹളമാകുന്ന ശബ്ദം, ഇതെങ്ങനെയാണ് വിഗ്രഹിച്ചെഴുതുന്നത്?
ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. കാഹളത്തിന്റെ ശബ്ദം. കാഹള ശബ്ദം എന്ന് പറഞ്ഞാൽ നമ്മൾ അറബിയിലൊക്കെ പറയുമ്പോൾ ഇലാഫത്ത് എന്നൊക്കെ പറയും. അങ്ങനെ വരുന്ന ഒന്നാണ് കാഹള ശബ്ദം, കാഹളത്തിന്റെ ശബ്ദം. ഓക്കെ, അടുത്തൊരു ചോദ്യം. അഗ്നി എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദം ഏത്? അഗ്നി എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദം ഏത്? അഗ്നി, തീ എന്ന അർത്ഥത്തിൽ നമുക്ക് പ്രയോഗിക്കാൻ പറ്റുന്ന ഒരു പദത്തിന് വിവിധ പര്യായ പദങ്ങൾ ഉണ്ടാകും. അതിൽ അഗ്നി എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദം ഏതാണ് എന്നാണ് ചോദ്യം. അപ്പൊ അഗ്നി എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദം ഏതാ? അനിലൻ, അനലൻ, അനിലൻ, അനലൻ, അനഘൻ, അരുണൻ. അനിലൻ, അനലൻ, അനഘൻ, അരുണൻ. അതിൽ നോക്കാം, ഓരോന്നിന്റെ അർത്ഥം നോക്കാം. അനിലൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വായു, അനലൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അനലൻ എന്ന് പറഞ്ഞാൽ കാറ്റ്, അഗ്നി എന്നർത്ഥമുണ്ട്. അനഘൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അനഘൻ എന്ന് പറഞ്ഞാൽ ഗന്ധർവൻ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ ഇതില് കാറ്റ് എന്ന അർത്ഥം കിട്ടുന്ന പദം ഓപ്ഷൻ ബി ആണ്. അനലൻ എന്നുള്ള അർത്ഥത്തിനെ അഗ്നി എന്നർത്ഥമുള്ളൂ. കാറ്റ്, സൂര്യൻ, അരുണൻ എന്ന് പറഞ്ഞ സൂര്യൻ അർത്ഥമുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിൽ നിന്ന് അഗ്നി എന്ന പദത്തിൽ കൃത്യമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു പദം അനലൻ എന്ന പദമാണ്. ഇവിടെ ഒരു ചോദ്യമുണ്ട്. താഴെ കൊടുത്തിരിക്കുന്നതിൽ രചയിതാവും കൃതിയും ശരിയായി വരാത്ത ജോഡി ഏത്? രചയിതാവും കൃതിയും ശരിയായി വരാത്ത ജോഡി ഏത്? ഓപ്ഷൻ എ വരുന്നത് ദൈവത്താർ ജി ശങ്കരപ്പിള്ള. ഓപ്ഷൻ എ ദൈവത്താർ ജി ശങ്കരപ്പിള്ള. കഥാബീജം, കഥാബീജം ബഷീർ. അടുത്തതിൽ വരുന്നത് കന്യക എൻ കൃഷ്ണപിള്ള, കന്യക എൻ കൃഷ്ണപിള്ള. പിന്നെ ചക്കര മാമ്പഴം ഡോക്ടർ കെ ശ്രീകുമാർ, ചക്കര മാമ്പഴം ഡോക്ടർ കെ ശ്രീകുമാർ. അപ്പൊ ഇതിൽ ഏതാണ് യോജിച്ചു വരാത്തത് എന്ന് നോക്കാം. ദൈവത്താർ എന്നുള്ളത് കഥാബീജം ബഷീറിന് തന്നെയാണ്. കന്യക എൻ കൃഷ്ണപിള്ളയുടേതാണ്. ചക്കരമാമ്പഴം ഡോക്ടർ കെ ശ്രീകുമാറിൻ്റെതാണ്. എന്നാൽ ദൈവത്താർ എന്നുള്ളത് കോവാലം നാരായണ പണിക്കരുടെ ഒരു നാടകമാണ് ദൈവത്താർ എന്നുള്ളത്. അപ്പൊ ഏതായാലും ഇതാണ് ഓപ്ഷൻ എ ആണ് യോജിച്ചു വരാത്തത്. ഓപ്ഷൻ എ ആണ് 41-ാമത്തേല് യോജിച്ചു വരാത്തത്. മറ്റൊരു ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സാഹസ പ്രവൃത്തി ചെയ്യുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കാത്ത ശൈലി ഏത്? ശ്രദ്ധിക്കണം, പ്രയോഗിക്കാത്ത ശൈലിയാണ് ചോദിച്ചത്. സാഹസ പ്രവൃത്തി ചെയ്യുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കാത്ത ശൈലി ഏത്? ഓപ്ഷൻ എ നൂൽപാലത്തിലൂടെ നടക്കുക, തേടിയ വള്ളി കാലിൽ ചുറ്റുക, പൂച്ചക്ക് മണി കെട്ടുക, ഭഗീരഥ പ്രയത്നം ചെയ്യുക. ഇതിൽ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. സാഹസ പ്രവൃത്തി ചെയ്യുക എന്ന അർത്ഥത്തിലാണ്. അപ്പൊ സാഹസ പ്രവൃത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം വലിയ സാഹസമാണ്, വലിയ റിസ്ക് ആണ് എന്നുള്ളതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരും. പിന്നെ രണ്ടാമത്തെ നോക്കുകയാണെങ്കിലും തേടിയ വള്ളി കാലിൽ ചുറ്റുക, തേടിയ വള്ളി കാലിൽ ചുറ്റുക നമ്മൾ ഉദ്ദിഷ്ട കാര്യം സംഭവിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നും കാണുന്നില്ല. എന്നാൽ മൂന്നാമത്തത് നോക്കൂ. മൂന്നാമത്തത് പൂച്ചക്ക് മണി കെട്ടുക. നമ്മള് ചെറുപ്പത്തിലൊക്കെ പഠിച്ചൊരു അല്ലെങ്കിൽ ഒരു പഴഞ്ചൊല്ലാണ് പൂച്ചക്കാര് മണി കെട്ടും എന്നുള്ള ചോദ്യമൊക്കെ. അപ്പൊ പൂച്ചക്ക് മണി കെട്ടുക എന്നുള്ളത് കുറച്ച് പ്രയാസമുള്ള റിസ്ക് ഉള്ള കാര്യമാണ്. ഇനി അടുത്ത് നോക്കൂ. ഭഗീരഥ പ്രയത്നം ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ വാക്കിൽ തന്നെ ഉണ്ട് കുറച്ച് ഇടങ്ങേറാവുക എന്നുള്ള ഒരു ഇത് അതിൽ തന്നെ വരുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഓപ്ഷൻ ബി ആണ് ഇതിലൊന്നും പെടാത്തത്. ഓപ്ഷൻ ബി ആണ് ഇതിൽ പെടാത്തത്. കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ
കൃത്യമായിട്ട് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഉത്തരം തന്നെയാണത്. ഇനി താഴെ കൊടുത്തിരിക്കുന്നതിൽ അനുപ്രയോഗ വിഭാഗത്തിൽ ഉൾപ്പെടാത്തതിന് ഉദാഹരണം. അനുസാരം, അനുപ്രയോഗം എന്നൊക്കെ നമ്മൾ ഭാഷയിലെ ഗ്രാമർ പറഞ്ഞിടത്ത് പറഞ്ഞ ഏരിയയാണ്. അപ്പൊ ഇതിൽ ചോദിക്കുന്നത് താഴെ കൊടുക്കുന്നവയിൽ അനുപ്രയോഗ വിഭാഗത്തിൽ ഉൾപ്പെടാത്തതിനാണ്. ഉൾപ്പെടാത്തതിന് ഉദാഹരണമാണ് ചോദിച്ചിട്ടുള്ളത്. പഠിച്ചുകൊണ്ടിരിക്കുന്നു, പറഞ്ഞു തീർന്നിട്ടുണ്ടായിരുന്നു, പറഞ്ഞുപോയി, യാത്ര പോയി. പറഞ്ഞുപോയി. അപ്പൊ ഇതിലൊക്കെ അനുപ്രയോഗം എന്ന് പറഞ്ഞ രണ്ട് ക്രിയാരൂപങ്ങൾ പ്രയോഗിക്കപ്പെടും. പഠിച്ചു കൊണ്ടിരിക്കുന്നു, അവിടെ രണ്ട് ക്രിയാരൂപമുണ്ട്. പറഞ്ഞു തീർന്നിട്ടുണ്ട്, അവിടെ ഉണ്ട് പറയുക, തീര. പറഞ്ഞു പോയി. എന്നാൽ ഓപ്ഷൻ ഡി നോക്കുമ്പോൾ നമുക്കറിയാം യാത്ര പോയി. ഒരു യാത്ര എന്നുള്ളത് പറയുന്നത് ക്രിയാരൂപമല്ല, പോയി എന്ന് മാത്രമാണ്. അവിടെ അനുപ്രയോഗമല്ല. അപ്പൊ ഏതായാലും ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ഡി. ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുപ്രയോഗത്തിന്റെ ഉദാഹരണത്തിൽ പെടാത്തത് ഓപ്ഷൻ ഡി ആണ്. ഇനി അടുത്ത ചോദ്യം, അവൾ എന്ന പദം ശരിയായി പിരിച്ചെഴുതുന്നത് എങ്ങനെ? നിങ്ങൾ, അവൾ എന്നൊക്കെ നമ്മൾ പ്രത്യേകം പറഞ്ഞതാണ്. കാരണം ക്ലാസ് എടുക്കുമ്പോൾ തന്നെ പറഞ്ഞാണ് ചോദ്യം ചോദിക്കുന്നവർക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഏരിയയാണ്. അവൾ എന്ന ഇത് എങ്ങനെ? ആ പ്ലസ് വൾ, ഔ പ്ലസ് അൾ. ആ പ്ലസ് വള്ളാണെങ്കിൽ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. അവ പ്ലസ് അൾ, അവു പ്ലസ് അൾ, ആ പ്ലസ് അൾ. ഇതില് ആ പ്ലസ് അൾ എന്നുള്ളതിനാണ്. അപ്പൊ പിന്നെ അവിടെയാണ് ആ പ്ലസ് അൾ എന്നുള്ളിടത്താണ് ആ എന്നുള്ള സ്വരത്തിന് ഇരിക്കുന്നതിന് വേണ്ടി വ എന്നുള്ള ഒരു പ്രത്യയത്തെ അക്ഷരത്തെ കൊണ്ടുവരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അന്ന് പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ ആ പ്ലസ് അൾ എന്നുള്ളതാണ് അവൾ എന്നുള്ളത് തിരിച്ചു വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തത് രസകരമായിട്ടുള്ള ഒരു പ്രയോഗമാണ്. അഴകുള്ള ചക്കയിൽ ചുളയില്ല. അഴകുള്ള ചക്കയിൽ ചുളയില്ല എന്ന ചൊല്ലിന്റെ ആശയവുമായി സാമ്യമുള്ള പഴഞ്ചൊല്ല് ഏത്? അഴകുള്ള ചുക്കയിൽ ചുളയില്ല എന്ന ചൊല്ലിന്റെ ആശയവുമായി സാമ്യമുള്ള പഴഞ്ചൊല്ല് ഏത്? ഓപ്ഷൻ എ, കൗതുകമുള്ളതിന് കാതൽ കുറയും. ചന്തമുള്ളതിന് എന്തിനാ ചായം തേപ്പ്. അടുക്കളത്തൂണിന് അഴകെന്തിന്. അടുപ്പുകല്ലിന് അഴകു വേണമോ? ഇതൊക്കെ രസകരമായിട്ട് നമുക്ക് തോന്നാമെങ്കിലും ഇതിൽ വളരെ കൃത്യമായിട്ട് ആപ്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് കൗതുകമുള്ളതിന് കാതൽ കുറയും. അപ്പൊ നമ്മൾ പുറമെ കാണുന്ന ചന്തം അത് കാതൽ ഉണ്ടായിക്കൊള്ളാം എന്നില്ല എന്ന അർത്ഥത്തിലുള്ളതാണ്. അപ്പൊ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ എ ആണ് അഴകുള്ള ചക്കയിൽ ചുളയില്ല എന്ന ചൊല്ലിന്റെ ആശയവുമായി സാമ്യമുള്ള പഴഞ്ചൊല്ല്. ചെറുകഥയുടെ സൗന്ദര്യശാസ്ത്രവും ചരിത്രവും അന്വേഷിക്കുന്ന ചെറുകഥ വാക്കും വഴിയും എന്ന കൃതിയുടെ രചയിതാവാര്? അപ്പൊ അതിൽ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു പരീക്ഷന്റെ ട്രെൻഡാണ് അങ്ങനെ. രണ്ട് പിന്നെ കലിയകൾ അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് രണ്ട് ഓപ്ഷനുകൾ തന്നിട്ട് അതിൽ നിന്നാണ് അപ്പോൾ നമ്മളെ ഒരു നോളജ് കൂടെ തന്നിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടാണ് നമ്മളൊരു ചോദ്യം ചോദിക്കുന്നത്. ചെറുകഥയുടെ സൗന്ദര്യശാസ്ത്രവും ചരിത്രവും അന്വേഷിക്കുന്ന ചെറുകഥ ഏതാണത്? വാക്കും വഴിയുമാണ്. അതിന്റെ രചയിതാവ് ആരാണ്? ഡോക്ടർ പി സോമൻ, ഡോക്ടർ എം അച്യുതൻ, ഡോക്ടർ എം എം ബഷീർ, ഡോക്ടർ കെ എസ് രവികുമാർ. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഡോക്ടർ കെ എസ് രവികുമാർ ആണ് അതിന്റെ രചയിതാവ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏത്? അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ പേരും തൂലികാനാമൊക്കെ ചേർത്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോ ഒന്നാമത്തെ ആനന്ദ് സച്ചിദാനന്ദൻ, സച്ചിദാനന്ദനിലെ ആ അവസാനമാണ് ആനന്ദായിട്ട് വന്നത്. ആനന്ദായിട്ട് കൊടുത്തത് അതാണ്. അപ്പൊ ആനന്ദ് സച്ചിദാനന്ദൻ ജോഡി ശരിയാണ്. അടുത്തത് കാനം ഇ ജെ ഫിലിപ്പ്. കാനം ഇ ജെ ഫിലിപ്പ് അതും ശരിയാണ്. പാറപ്പുറം കെ മത്തായി നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. മത്തായപ്പോ പാറപ്പുറത്ത് കിടന്നു എന്നൊക്കെ പറയുന്നു. അടുത്തത് പ്രേംജി വീട്ടി ബദർ. പ്രേംജി
VT ഭട്ടതിരിപ്പാട്. അതില് ഒരു കൺഫ്യൂഷന് വരാൻ സാധ്യതയുണ്ട്. കാരണം MP ഭട്ടതിരിപ്പാട് നടന രംഗത്തും സിനിമയിലെ രംഗത്തൊക്കെ ഉണ്ടായിരുന്ന MP ഭട്ടതിരിപ്പാടാണ് പ്രേംജി എന്ന് അറിയപ്പെടുന്നത്, VT ഭട്ടതിരിപ്പാടല്ല. അപ്പോ ഏതാണ് ഇതിലെ ശരിയായ ഉത്തരം? ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. താഴെ കൊടുത്തൊരു തെറ്റായ ജോഡി ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. കാരണം എന്താണ്? ആ ജോഡി തെറ്റാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവുകയാണ്. നെക്സ്റ്റ് ചോദ്യം, എലിയെ തോൽപ്പിച്ച് ഇല്ലം ചുടുക എന്ന ശൈലിയുടെ ശരിയായ അർത്ഥം എന്ത്? എലിയെ തോൽപ്പിച്ച് ഇല്ലം ചുടുക എന്ന ശൈലിയുടെ ശരിയായ അർത്ഥം എന്ത്? അപ്പൊ എലിയെ തോൽപ്പിച്ച് ചിലടത്ത് എലിയെ പേടിച്ച് ഇല്ലം ചുടുക എന്നൊക്കെ പറയലുണ്ട്. അങ്ങനെ ആലോചിച്ചാൽ തന്നെ അറിയാം, എലിയാണ് ചെറിയ ജീവനതാക്കിയിട്ട് വലിയൊരു ഇല്ലം നശിപ്പിക്കുക എന്ന് ആലോചിച്ച് നോക്കിയാൽ. അപ്പോ ഒന്ന്, വിഡ്ഢിത്തം കാണിക്കുക. ചെറിയ സാധ്യത ഉണ്ട്. എലിയെ തോൽപ്പിച്ച് ഇല്ലം ചുടുക എന്നുള്ള പ്രക്രിയ വിഡ്ഢിത്തം കാണിക്കൽ തന്നെയാണ്. അപകടം ക്ഷണിച്ചു വരുത്തുക ഒരു 60% ചാൻസ് ഉണ്ട്. വെറുതെ ആപത്തിൽ ചാടുക ഒരു 80% നമുക്ക് ഓപ്ഷൻ കൊടുക്കാം. പക്ഷെ 100% ഓക്കെ ആയത് വിഡ്ഢിത്തം കൊണ്ട് നാശം വരുത്തുക എന്നതാണ്. വിഡ്ഢിത്തം കൊണ്ട് നാശം വരുത്തുക എന്നതാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏത്? താഴെ കൊടുത്തിട്ട് നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തൊരു സാധനമാണ്. നമ്മൾ 2 മാർക്കാണ് പ്രതീക്ഷിച്ചത്, പക്ഷെ 1 മാർക്കുള്ള ചോദ്യം വന്നിട്ടുള്ളൂ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏത്? വാഹനത്തിൽ ഏകദേശം 100ഓളം കുട്ടികൾ ഉണ്ടായിരുന്നു. അത് ശരിയായ വാക്യം എന്ന് പറയുമ്പോൾ നമ്മളങ്ങനെ പറഞ്ഞിട്ട് തെറ്റാണെന്ന് പറഞ്ഞിട്ട് ഇംഗിലാ പിടിക്കാനൊന്നും പറ്റൂല. അങ്ങനെ എപ്പോഴും കുറച്ച് പ്രയോഗിക്കലാണ് നല്ലത്. അപ്പൊ ഇതില് താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ വാക്യം ഏതാണെന്ന് വെച്ചാൽ വാഹനത്തിൽ ഏകദേശം 100ഓളം. ഏകദേശം എന്ന് പറഞ്ഞാൽ തന്നെ 100ഓളം നന്നായി. അത് രണ്ടും കൂടി വേണ്ട, ഒന്നിരിക്കും 100ഓളം എന്ന് മതി, അല്ലെങ്കിൽ ഏകദേശം 100 കുട്ടികൾ ഉണ്ടായിരുന്നു എന്ന് മതി. അപ്പൊ അവിടെ അത് നമുക്ക് ഔട്ട് ചെയ്യാം. അയാൾ വീണ്ടും ഒരിക്കൽ കൂടി ആ കഥ പറഞ്ഞു. അയാൾ വീണ്ടും ഒരിക്കൽ കൂടി ആ കഥ പറഞ്ഞു. അപ്പൊ വീണ്ടും എന്ന് പറഞ്ഞ് വീണ്ടും ഒരിക്കൽ കൂടി എന്ന് പറയേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞു വരുന്നത് മലയാള സാഹിത്യത്തിന്റെ ഒരു ഗതി വെച്ചാണ്, അല്ലെങ്കിൽ ഒരു രൂപം അല്ലെങ്കിൽ ഒരു ശൈലി വെച്ചാണ് പറയുന്നത്. നമ്മൾ ഗ്രാമർ പറയുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു. അപ്പൊ അറബിയിലാണെങ്കിൽ അതൊരു തെറ്റാവില്ല, ചിലപ്പം റിപ്പീറ്റ് ചെയ്തൊക്കെ വരും. നമ്മൾ പറയാറുണ്ട് തൗക്കീദിന് വേണ്ടി വന്നു, അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യം അറിയിക്കാൻ വേണ്ടി വന്നു. ലൈസ ക മിസിലിഹി ഷൈഉൻ. ക എന്ന് പറഞ്ഞാൽ പിന്നെ മിസിൽ ആവശ്യമില്ല ശരിക്കും, പക്ഷെ അതിന്റെ ഒരു പ്രാധാന്യം അറിയിക്കാൻ വേണ്ടി ക മിസിലി എന്ന് പറഞ്ഞു എന്നൊക്കെ അറബിയിൽ പറയാറുണ്ട്. അപ്പൊ അതേപോലെ പലയിടത്തും ഉണ്ട്. പിന്നെ ഇന്നല്ലാഹ ലാ ഖാദിറുൻ എന്ന് പറയും. അപ്പൊ ഇന്ന എന്ന് പറഞ്ഞാൽ തന്നെ തീർച്ചയായും നായി, പിന്നെ ഇതിനെ ലാ പറഞ്ഞത്. അപ്പൊ അവിടുത്തെ തൗക്കീദ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അറബി ഭാഷയിൽ അങ്ങനെ അതൊരു ഭാഷാ ഭംഗിയുടെ ഭാഗമായിട്ട് കൊണ്ടുവരപ്പെടുന്ന ഒന്നാണ്. എന്നാൽ മലയാളത്തിൽ അങ്ങനെ റിപ്പീറ്റിംഗ് കൊണ്ടുവരാറില്ല. സ്വയം ആത്മപ്രശംസ. സ്വയം എന്ന് പറഞ്ഞാൽ തന്നെ ആത്മ എന്നായി. അപ്പൊ ആത്മപ്രശംസ എന്ന് പറയാം, അല്ലെങ്കിൽ സ്വയം പ്രശംസ എന്ന് പറയാം. അപ്പൊ രണ്ടും കൂടെ ചേർത്ത് പറയേണ്ട ആവശ്യമില്ല എന്നുള്ളത് തന്നെ. അപ്പൊ ഈ നമ്മളിപ്പോ ഇതുവരെ പറഞ്ഞ 3 എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആപത്തിൽ കൂടെ നിൽക്കുന്നവരാണ് യഥാർത്ഥ സുഹൃത്ത്. അവിടെ നമുക്ക് വെട്ടാനോ കളയാനോ ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇതാണ് ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ഒരു സെഗ്മെന്റിലേക്ക് പോവാം. കുമാരനാശാനെ വിപ്ലവത്തിന്റെ ശുക്ര നക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? കുമാരനാശാനെ വിപ്ലവത്തിന്റെ ശുക്ര നക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? എസ് ഗുപ്തൻ നായർ, ജോസഫ് മുണ്ടശ്ശേരി, കുട്ടിക്കൃഷ്ണമാരാർ, എം ലീലാവതി. കുമാരനാശാനെ വിപ്ലവത്തിന്റെ ശുക്ര നക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ജോസഫ് മുണ്ടശ്ശേരിയാണ്. ശരിയായ ഉത്തരം ജോസഫ് മുണ്ടശ്ശേരിയാണ്. ഇനി ഭാഷാ ശുദ്ധിയുമായി ബന്ധപ്പെട്ട ഒരു പ്രയോഗം നടത്താം. ലേഖകൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം ഏത്? ലേഖകൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം ഏത്? ലേഖക, ലേഖകി, ഇതൊക്കെ നമുക്ക് പക്ഷെ അറിയുന്നതായിരിക്കും, നമ്മൾ കേട്ടിട്ടുള്ള പദമാണ്. ലേഖകി, ലേഖിനി, ലേഖിക.
ലേഖക, ലേഖകി, ലേഖിനി, ലേഖിക. ഇതിൽ ലേഖകൻ എന്ന പദത്തിന് പിന്നെ പ്രത്യേക പിന്നെ ലേഖനവുമായി ലേഖിക വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പറയാറുണ്ട്. ലേഖികയാണ് അതില് ശരിയായിട്ടുള്ള ഉത്തരം. പുഴകൾ. നല്ല ഭംഗിയാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉത്തമ പുരുഷ സർവനാമം ഏത്? ഞാൻ ആ ഗ്രാമറിന്റെ ആ ഭാഗങ്ങൾ സർവനാമങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ ചിന്തിക്കുന്നിടത്ത് അതേ ഒരാളെ മ്യൂട്ട് ചെയ്യാനുണ്ട്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉത്തമ പുരുഷ സർവനാമം ഏതാണ്? ഉത്തമ പുരുഷ സർവനാമം നമുക്ക് എപ്പോഴും ഉത്തമരായി തോന്നുന്ന ആരാണ്? നമ്മളാണ്. അതുകൊണ്ട് അത് വീണ്ടും ഓണായല്ലോ. ഉത്തമ പുരുഷ സർവനാമം ഞാൻ എന്നുള്ളത് തന്നെയാണ്. മധ്യമ പുരുഷൻ, പ്രഥമ പുരുഷൻ എന്നൊക്കെ നമ്മൾ പറയണത്. അതിൽ ഉത്തമ പുരുഷ സർവനാമം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നുള്ളതാണ്. ആ സുഖങ്ങൾ വെറും ജാലം, ആരറിവു നീയതിതൻ, ത്രാസു പൊങ്ങുന്നതും താനേ താണുപോവതും. അപ്പൊ ഈ സുഖങ്ങളൊക്കെ വെറും ജാലം പോലെയാണ്, എത്ര പെട്ടെന്നാണ് ഉയരുകയും താഴുകയും ചെയ്യുന്ന ആശയം വരുന്ന വരികൾ ഏതു കൃതിയിലേതാണ്? ഏതു കൃതിയിലേതാണ്? കുമാരനാശാന്റെ ചില കൃതികൾ അതിൽ കൊടുത്തിട്ടുണ്ട്. പിങ്കള, നളിനി, കരുണ, മഗ്ദലന, മറിയം. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. കുമാരനാശാന്റെ കരുണയിലെ വരികളാണ് ഹാ സുഖങ്ങൾ. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. കേരള പാണിനീയ ഭാഷ്യം എന്ന ഗ്രന്ഥം രചിച്ചതാര്? കേരള പാണിനീയ ഭാഷ്യം എന്നുള്ള ഗ്രന്ഥം രചിച്ചത് ആരാണ്? കേരള പാണിനീയ ഭാഷ്യം എന്നുള്ള ഗ്രന്ഥം രചിച്ചത് ഓപ്ഷൻ എ ആർ രാജരാജവർമ്മ. ഓപ്ഷൻ ബി പ്രൊഫസർ CL ആന്റണി. ഓപ്ഷൻ സി വി വാസുദേവ ഭട്ടതിരി. ഓപ്ഷൻ ഡി കോവുണ്ണി നെടുങ്ങാടി. അപ്പൊ അതില് ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. AR രാജരാജവർമ്മയാണ്. നമ്മളത് ക്ലാസ് എടുത്തുമ്പോൾ പറഞ്ഞിരുന്നു. പാണിനീയം എന്നുള്ളത് ഒരു ഇതുമായി ബന്ധപ്പെടുത്തിയിട്ട് അയാൾ ആരാ, രാജാവോ എന്നുള്ള ഡയലോഗൊക്കെ നമ്മൾ ജസ്റ്റ് ഓർക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് ഞാനത് റിവീൽ ചെയ്യാതെ തന്നെ ഓർക്കാൻ വേണ്ടി മാത്രം എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു. അപ്പോ രാജാവോ പാണിനീയം ആ ഒരു ഇതിൽ നിന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഏതായാലും ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് രണ്ടു പേർ ചേർന്ന് എഴുതിയ നോവൽ ഏത്? അഗ്നിസാക്ഷി, അസുരവിത്ത്, അമാവാസി, ആഗ്നേയം. അപ്പോ ഇതിൽ രണ്ടുപേർ ചേർന്ന് എഴുതിയ നോവൽ ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി അമാവാസിയാണ് രണ്ടുപേർ ചേർന്ന് എഴുതിയ നോവൽ. അതുപോലെ പിന്നെ നമ്മുടെ MT വാസുദേവൻ നായരും ഹാഫിസ് മുഹമ്മദ് ഒക്കെ ചേർന്ന് എഴുതിയ നോവലുണ്ട്, ഇപ്പം അറബിപ്പൊന്നി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇത് അമാവാസി എന്നുള്ളത് മാധവിക്കുട്ടി, KL മോഹനവർമ്മ രണ്ടുപേരും ചേർന്ന് എഴുതിയതാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പദം ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായിട്ടുള്ള പദം ഏത് എന്നുള്ളതാണ് ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പദം സ്വാദിഷ്ടം, സ്വാധിഷ്ടം, സ്വാദിഷ്ടം, സ്വാദിഷ്ടം. സ്വാദ് എന്നുള്ള പദം നമ്മൾ എപ്പോഴും ശരിക്കും കാണുന്നതാണ്. പിന്നെ ഇഷ്ടം അതും കൂടി ചേർത്ത് ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, സ്വാദിഷ്ടം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ലക്ഷ്യം എന്ന അർത്ഥമുള്ള പദം ഏത്? ലക്ഷ്യം എന്നുള്ള അർത്ഥം വരുന്ന പദം ഉദ്ദേശ്യം എന്നാണ്. ഉദ്ദേശിക അല്ല, ഉദ്ദീപിതം അല്ല, ഉദ്ദേശം അല്ല, ഉദ്ദേശ്യം എന്നാണ്. ഉദ്ദേശ്യം എന്നാണ് ലക്ഷ്യം എന്നുള്ള അർത്ഥം വരുന്ന പദം. ഇനി ഇത്രയാണ് കാറ്റഗറി 4 വന്ന ചോദ്യങ്ങൾ. ഇതിനോടനുബന്ധിച്ച് കാറ്റഗറി 3 വന്ന ചില ചോദ്യങ്ങൾ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോവാണ്. ഇതില് നമ്മൾ നോട്ട്സിലില്ല, അതിൽ നോക്കിയാൽ കാണൂല. ശബ്ദധാരാവലി എഴുതിയത് ആരാണ്? ശബ്ദധാരാവലി എഴുതിയത് ശ്രീകണ്ഠേശ്വരം എന്ന വ്യക്തിയാണ്. അതുപോലെ കണ്ഠപാണൻ തന്റെ പട്ടം കെട്ടിയ രാജ്ഞി പോലൊരു മഞ്ഞുലാകിൽ ഇരിക്കുന്ന മതിമോഹിനി എന്ന് പറഞ്ഞൊരു വരി ചോദിക്കുന്നുണ്ട്. അത് വാസവദത്തയുടേതാണ്. ഉപമാനത്തെ
വ്യർത്ഥമെന്ന് പറയുന്ന അലങ്കാരം പ്രദീപമാണ്. അർത്ഥത്തിൽ വരുന്ന വ്യത്യാസം കാണിക്കാനായി വാക്കിന്റെ ഒടുവിൽ ചേർക്കുന്നത് പ്രത്യയമാണ്. അപ്പൊ ഇങ്ങനെ കുറച്ച് കാറ്റഗറി 3 ഇതിൽ പെടാത്ത കുറച്ച് ചോദ്യങ്ങളുണ്ട്. അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷനും ക്ലാസ്സും നമുക്ക് മറ്റൊരിക്കൽ നടത്താവുന്നതാണ്. അപ്പം ഇന്നത്തെ ഈ ക്ലാസ്സും പിന്നെ ഇന്നത്തെ ഈ പരീക്ഷ പേപ്പറും ഇതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് എത്ര പേർക്ക് ഇതില് പ്രതീക്ഷയുണ്ട് എന്ന്, പ്രതീക്ഷ നശിച്ചവരാരും പിന്നെ ഇതാകേണ്ട ആവശ്യമില്ല. വീണ്ടും വീണ്ടും പരിശ്രമിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് പിന്നെ ഇത് നേടിയെടുക്കാനുള്ള സൂത്രവാക്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് പിന്നെ പലപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു പിഴവ് എന്ന് പറയുന്നത് നമ്മൾ പരീക്ഷ ആകുന്ന സമയത്ത് മാത്രം ശ്രദ്ധിക്കുകയും പിന്നെ ആ സമയത്ത് മാത്രം പരിശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പോരായ്മകളാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കൃത്യമായിട്ട് മലയാള വായന, മലയാള പത്ര വായന, മലയാളത്തിൽ ഉണ്ടാകുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡുകളെ തിരിച്ചറിയൽ, ഇങ്ങനെയൊക്കെ പോയാലാണ് നമുക്ക് കൃത്യമായിട്ട് ഇത് ഫോളോ ചെയ്യാൻ കഴിയുകയുള്ളൂ. മലയാള ഭാഷ പരിജ്ഞാനം ഏതൊരു അധ്യാപകനും വേണ്ട അനിവാര്യമായ ഘടകമാണ് എന്നതുകൊണ്ടാണ് മലയാള ഭാഷയുടെ ഈ ഒരു ഇത് നിങ്ങൾക്ക് ഇതിന്റെ ഭാഗമായിട്ട് കൊടുത്തിട്ടുള്ളത് എന്ന് ഓർമ്മപ്പെടുത്താണ്. ഇതോടെ ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ ഇവിടെ അവസാനിക്കുകയാണ്. അതോടൊപ്പം ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അടുത്ത പരീക്ഷയ്ക്ക് പരിശ്രമിക്കുന്ന ആളുകൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ അവൈലബിൾ ആണ്, ഫോക്കസിന്റെ കൂടെ അവൈലബിൾ ആണ്. നിങ്ങൾ എല്ലാവരെയും വീണ്ടും വീണ്ടും ഫോക്കസിന്റെ കൂടെ സഞ്ചരിക്കാൻ ക്ഷണിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് തൽക്കാലം കഴിഞ്ഞതായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.